കർത്താവിന് മഹത്വം. ഇന്ന് നമുക്കൊരുമിച്ച് ദൈവപാദപീഠത്തിൽ വരുവാൻ വലിയവനായി ദൈവം ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് നാം പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ ഇമ്പകരവും മഹത്വകരമായ ശബ്ദം നമ്മെ കേൾപ്പിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ. വചനത്തെ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കണം. സ്തോത്രം. കേൾക്കപ്പെടുന്ന വചനം സ്വീകരിക്കണം, വിശ്വസിക്കണം, വചനത്തിന് മുമ്പിൽ സമർപ്പിക്കണം. നമ്മുടെ കുറവുകൾ ബോധ്യപ്പെട്ടാൽ ഏറ്റുപറയണം. നമുക്കുള്ള അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങളെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വാക്യം വായിച്ച് കേട്ടു. ഈ വാക്കുകൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹയുടെ വാക്കുകളാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ധന്യനായ പൗലോസ് ഇപ്പോൾ ഒരു തടവുകാരനായി റോമിലേക്ക് പോകുക. പ്രൈസ് ദി ലോർഡ്. 23-ാം അധ്യായം എടുക്കാം. 11-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 23-11. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പൗലോസ് ഹൃദയത്തിൽ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരു വിഷയമാണ് റോമിൽ പോകണം. അത് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു. റോമർ 1:13. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഞാൻ ഭാവിച്ചു. പൗലോസ്, ഒരു സെക്കൻഡ് നിൽക്കണം സിസ്റ്ററെ. പലപ്പോഴും പൗലോസ് റോമിൽ പോകാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി കാര്യപരിപാടി ചെയ്തു, പോകാൻ തുടങ്ങി. പക്ഷെ തടസ്സം വന്നു, തടസ്സമുണ്ടായി, പോകാൻ പറ്റിയില്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു. വായിക്കാം. കണ്ടോ, ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ അടുത്ത് വരാൻ എനിക്ക് പറ്റിയില്ല. പലപ്പോഴും മുടക്കം വന്നു. പൗലോസ് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ അവൻ എന്ത് ചെയ്തു? അവൻ തടഞ്ഞു. യാത്രകൾക്കെതിരായി തടസ്സമുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കി. ശാരീരികമായ പ്രശ്നമായിരിക്കാം, കലഹങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. എങ്ങനെയാണെങ്കിലും റോമിൽ പോയി സുവിശേഷം പറയണമെന്ന, അവിടുത്തെ ജനത്തെ കാണണമെന്ന പൗലോസിൻ്റെ ആഗ്രഹം തടസ്സപ്പെട്ടു. സ്തോത്രം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങൾ മാസങ്ങൾ കാത്തിരുന്നിട്ടും നടന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ ആഗ്രഹിച്ചു, തടസ്സമുണ്ടാക്കി. നിങ്ങളറിയണം, ആമേൻ, ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരും, തടസ്സങ്ങൾ വരുത്തും, അവന് പ്രതിസന്ധി വരും. പക്ഷേ നിരാശപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്. അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങളെ മാറ്റി പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. തടസ്സം വരുമെന്ന് കരുതി പിന്നെ എന്തായിരുന്നു?
ഇനി നടക്കത്തില്ലെന്ന് പറയരുത്. ഇനി ആ പരിപാടി അങ്ങ് മാറ്റി വെച്ചേക്കാം, അതൊന്നും നടക്കത്തില്ലെന്നല്ല. ദൈവത്തിൻ്റെ കലണ്ടർ പ്രകാരം ദൈവ കാര്യങ്ങൾ ഒരുക്കുന്നുണ്ടായിരുന്നു. അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും, നടക്കത്തില്ലെന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിന് ഹിതമാണെങ്കിൽ തക്ക സമയത്ത് അതെല്ലാം നടക്കും. അങ്ങനെ പൗലോസ് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചതുപോലെ താൻ റോമിലേക്ക് വരുന്നതിനും ഒരു പശ്ചാത്തലം. അവിടെ പോകുന്നതിന് മുമ്പ് യെരുശലേമിൽ വെച്ച് പൗലോസിനെ പിടിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അന്നത്തെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരുത്തനായ അഗബോസ് പറഞ്ഞു. ഫിലിപ്പോസിന്റെ പ്രവചിക്കുന്ന പുത്രിമാര് പറഞ്ഞു, പോകല്ലേ, നിന്നെ യെരുശലേമിൽ വെച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് ക്രിസ്തു യേശു കർത്താവ് നൽകിയ ശുശ്രൂഷ അത് തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് പൗലോസ് യെരുശലേമിലേക്ക് പോയി. ഞാൻ എൻ്റെ പശ്ചാത്തലമാണ് പറയുന്നത്. പ്രവചിച്ചതുപോലെ നടന്നു. യെരുശലേമിലെത്തി. അവിടെ വെച്ച് ദേവാലയത്തിൽ വെച്ച് ദേവാലയം അശുദ്ധമാക്കി എന്ന ഒരു കുറ്റം ആരോപിച്ച് പൗലോസിനെ പിടിക്കുന്നു. അല്ലേ? പിടിച്ച് അവിടെ നിന്ന് തന്നെ ബന്ധനസ്ഥനാക്കി. അല്ലേ? അങ്ങനെ അതിൻ്റെ അവസാന ഭാഗമായി സംഭവിക്കുന്നത് വിസ്താരത്തിനായി യെരുശലേമിൽ നിന്ന് അവൻ കൈസരിയിൽ എത്തുന്നു. കൈസരിയിൽ വെച്ച് പൗലോസ് റോമൻ കൈസറെ അഭയം ചൊല്ലുന്നു. പൗലോസിന് മനസ്സിലായി തന്നെ ജീവൻ അപകടത്തിലാകും, തന്നെ ഇവർ കൊല്ലും. അവർ പറഞ്ഞു, റോമൻ പൗരനായി എന്നെ വിസ്തരിക്കേണ്ടത് ആരാണ്? റോമിലെ കൈസറാണ്. അതുകൊണ്ട് ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ പൗലോസിനെ നേരെ ഇറ്റലിയിലേക്ക്, ഇറ്റല്യ എന്ന് എഴുതിയിരിക്കുന്നു. ഇറ്റല്യ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. റോമിലേക്ക് പൗലോസിനെ അയക്കുന്നതാണ് നമ്മൾ 27-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പിടികിട്ടിയോ? റോമിലേക്ക് വിസ്താരത്തിന് പോകുന്ന പൗലോസിനോടൊപ്പം ആ കപ്പലിൽ ധാരാളം തടവു പുള്ളികളും ഉണ്ടായിരുന്നു. അതിനകത്ത് പൗലോസ് യാത്ര തിരിച്ചു പുറപ്പെടുമ്പോൾ നമ്മൾ 27-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. പട്ടാളത്തിലെ കണ്ടോ, അഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. സ്തോത്രം. ഇതൊരു സംഭവിച്ച കാര്യമാണ്. ആമേൻ. ഇതിനകത്തുനിന്ന് ചിലത് നമ്മൾ പഠിക്കാനുണ്ട്, ഇതിനകത്തും ചിലത് മനസ്സിലാക്കാനുണ്ട്, ഇതിനകത്ത് ചില ചിന്തകൾ ആഴമായി ഹൃദയത്തിൽ പഠിപ്പിക്കേണ്ടത്, ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിലേക്കുള്ള ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് തരട്ടെ. ആമേൻ. സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു നിവർത്തിയായിട്ടായി ഈ യാത്ര. അല്ലേ? ദൈവമാണ് അയച്ചത്. പൗലോസിനെ അങ്ങ് റോമിലെത്തിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ നമ്മൾ വായിക്കുന്നത് ആ യാത്ര തുടങ്ങുമ്പോൾ മുതൽ അവന് വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നങ്ങളാണ്. എന്നാൽ നിങ്ങളറിയണം, അവൻ കൊടുങ്കാറ്റുകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ദൈവം തൻ്റെ ദാസനോടുള്ള തൻ്റെ പദ്ധതികൾ, തൻ്റെ വാഗ്ദാനങ്ങൾ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നിവർത്തിച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ തൂത് കേൾക്കാനിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ആമേ, മുന്നിൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുക, പ്രതിസന്ധികൾ ഉണ്ടാകുക, പ്രശ്നങ്ങൾ ഉണ്ടാകുക. പക്ഷെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ, വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ. അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ അവനാണെങ്കിൽ, കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് അവനാണെങ്കിൽ, അവൻ ചിലത് നൽകുമെന്ന് പറഞ്ഞത് അവനാണെങ്കിൽ, നടത്തുമെന്ന് പറഞ്ഞത് അവനാണെങ്കിൽ, ഏതൊക്കെ കൊടുങ്കാറ്റ് വന്നാലും ഏതെല്ലാം പെരുങ്കാറ്റ് വന്നാലും അവൻ വാഗ്ദത്തം
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാനിടയായി തീരും. ജീസസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വിളിച്ചു പറയുന്നത് പോലെ അതെ, എൻ്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലോചനയാണോ അത് നിവർത്തീകരിക്കപ്പെടുക. മനുഷ്യൻ പറഞ്ഞതൊന്നും നടക്കത്തില്ല. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ നോക്കി, നിന്നെ നോക്കി മനുഷ്യരെന്തെല്ലാം പറഞ്ഞാൽ ഒരുപക്ഷെ നടക്കാതിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ആലോചനയാണോ അത് നടന്നിരിക്കും. അതിന് വിരോധമായി ഏതൊക്കെ ശക്തികൾ എഴുന്നേറ്റാലും, ഏതൊക്കെ കൊടുങ്കാറ്റ് വന്നാലും, ആരൊക്കെ മന്ത്രവാദം ചെയ്താലും, ആരൊക്കെ ആഭിചാരം ചെയ്താലും, ആരൊക്കെ എതിരായി നിന്നാലും, അവന്റെ ആലോചന അനുഷ്ഠിക്കുന്ന ദൈവം, അവൻ ജീവിക്കുന്ന ദൈവമാണ്. എന്റെ ഹിതമൊക്കെ ഞാൻ നിവർത്തിക്കും. സ്വത്രം. ഇതിനിടയ്ക്ക് കൊടുങ്കാറ്റ് വന്നെന്ന് വരും, പ്രതിസന്ധി വന്നെന്ന് വരും. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അതിനെയെല്ലാം കൂടെ നന്മയ്ക്കാക്കി അങ്ങ് മാറ്റും. ജീസസ്. റോമർ 8:28 പറയുന്നത് പോലെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. കാരണം അവനവൻ്റെ ഹിതം നിറവേറ്റാൻ ഈ കൊടുങ്കാറ്റുകളെ ഉപയോഗിക്കും. അവൻ്റെ ഹിതം നിറവേറ്റാൻ ഈ തകർച്ചയും അവൻ ഉപയോഗിക്കും. അവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പ്രതിസന്ധികളെ ഉപയോഗിക്കുന്ന ദൈവമാണ് ജീസസ്. ജീസസ്. ദൈവത്തിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അല്ലേ? അവൻ്റെ പദ്ധതി നടക്കണം, അവൻ്റെ ഹിതം നിറവേറ്റണം. അത് സഭയ്ക്കകത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവം അത് ചെയ്തിരിക്കും. ആമേൻ. കാരണം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവാ. ഫിലിപ്പിയർ പറയുന്ന ഫിലിപ്പിയർ ലേഖനത്തിലെ പൗലോസ് പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെങ്കിൽ ഇന്ന് പകൽ അവന് ചില കൊടുങ്കാറ്റ് കണ്ടതുകൊണ്ട് അവൻ പണി വഴിയിലിട്ടേച്ചു പോകുന്നവനല്ല, എനിക്കിത് പറ്റത്തില്ലെന്ന് പറയുന്നവനല്ല. അവനാണോ തുടങ്ങി വെച്ചത് അവൻ നിവർത്തിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം തിരുവെഴുത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവനൊരു പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് പൂർത്തീകരിക്കുവാൻ അവനറിയാം. ജീസസ്. ഹല്ലേലൂയ. ഇതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. എത്ര കൊടുങ്കാറ്റ് വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും ദൈവം വാഗ്ദത്തം നിവർത്തിക്കും. തൻ്റെ വാക്ക് ദൈവം പാലിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ ശരിക്കും പൗലോസ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചായി പോകുന്നത്, അല്ലേ? ദൈവം പറഞ്ഞിട്ട് തന്നെ ഈ പോകുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. എന്ത്? റോമിലേക്ക് പോവുക. അതനുസരിക്കാൻ പൗലോസ് തയ്യാറാവും. അതിനനുസരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ആ ദൂത് കേട്ടപ്പം ഫിലിപ്പോസിൻ്റെ വീട്ടിൽ വെച്ച് ഫിലിപ്പോസിൻ്റെ മക്കൾ പറഞ്ഞ ദൂതോ അഗബോസ് പറഞ്ഞ ദൂതോ കിട്ടിയോ പ്രതികൂലമാണോ? അവിടെ വെച്ച് ബന്ധിക്കപ്പെടുമോ? എന്നാൽ പിന്നെ പോകണ്ടെന്ന് തീരുമാനിച്ച പോലെ. പൗലോസ് പറഞ്ഞു, അല്ലേ, എന്തു ബന്ധനം വന്നാലും എത്ര പ്രശ്നം വന്നാലും ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നടക്കണം. ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പൗലോസ് ദൈവഹിതമനുസരിച്ച് നടക്കുക. നിങ്ങളറിയണം, ദൈവഹിതമനുസരിച്ച് നടക്കുമ്പോൾ കൊടുങ്കാറ്റില്ലാത്തൊരു വഴിയിലൂടെ അല്ല, പ്രതിസന്ധി ഇല്ലാത്ത വഴിയിലൂടെ അല്ല ദൈവം നടത്തുന്നത്. അങ്ങനെ ദൈവഹിതത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ. ഇന്നലെ ഞാൻ അവിടെ പറഞ്ഞതുപോലെ എന്താ, സ്മൂത്തായിട്ടുള്ളൊരു പാതയല്ല. ആമേൻ. അവർ പാർക്കാണ്ടൊക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ചൊവ്വയുള്ള വഴി നടത്തിയെന്ന്. പക്ഷേ ചൊവ്വയുള്ള വഴി നമ്മളൊന്ന് നോക്കിയാൽ നമുക്കതത്ര നല്ല വഴിയായിട്ടൊന്നും തോന്നത്തില്ല. സ്തോത്രം. എൻ്റെ ദൈവമേ, നിനക്ക് ഈ വഴിയേ കിട്ടിയുള്ളോ? ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അങ്ങേക്ക് ഈ വഴിയേ ഉള്ളോ? ഇതാണോ നല്ല വഴി? ആമേൻ. ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്നതാണോ നല്ല വഴി? മരുഭൂമിയാണോ നല്ല വഴി? അല്ലേ? ആണോ? കയ്പിൻ്റെ അനുഭവമാണോ നല്ല വഴി? ആണോ? യുദ്ധത്തിൻ്റെ അനുഭവമാണോ നല്ല വഴി? ഇതൊക്കെയാണോ നല്ല വഴി? പക്ഷെ ദൈവം പറയും, ഇതാണ് നല്ല വഴി. ദൈവത്തിൻ്റെ വഴിയിൽ ഈ കൊടുങ്കാറ്റും, അല്ലേ, ദൈവത്തിൻ്റെ വഴിയിൽ ചെങ്കടലും, ദൈവത്തിൻ്റെ വഴിയിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ട്.
അത് ദൈവം വെച്ചിരിക്കുന്നതാ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പറഞ്ഞത് ഏതെങ്കിലും പാസ്റ്ററല്ല, കർത്താവ് പറഞ്ഞതാ. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഹിതത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, അവൻ്റെ ഇഷ്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കൊടുങ്കാറ്റുകളൊന്നും ഒഴിവാക്കിയിട്ടില്ല. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല, പ്രതിസന്ധിയില്ലാത്തൊരു ജീവിതമല്ല, കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല. നിങ്ങൾ എത്ര ഭക്തരാണെങ്കിലും എത്ര വിശുദ്ധരാണെങ്കിലും പ്രതിസന്ധി ഇറഞ്ഞ ഒരു അനുഭവം തന്നെയാണ്. പക്ഷേ അതിന് നടുവിൽ നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല, നടത്തുന്ന ദൈവമായി. യാത്രയുടെ ആരംഭത്തിൽ തന്നെ കൊടുങ്കാറ്റ് വന്നു. പൗലോസ് ആലോചന പറയുന്നത് എപ്പോഴാ? 11-ാം വാക്യത്തിലാ. എന്നാൽ ഇവര് അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ കാറ്റ് പ്രതികൂലമാകയാൽ, ഇല്ലേ? 4-ാം വാക്യം വായിച്ചേ. ആ, മറ പറ്റി. കണ്ടോ? അപ്പൊ ഈ കാറ്റിന്റെ പ്രശ്നം, അതിലും ഈ കടൽ യാത്രയിൽ ഈ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. നമ്മളൊരു ആത്മീയ കാര്യമാണ് പറയുന്നത്. കാറ്റ് പ്രതികൂലമായി അപ്പോഴും ഉണ്ട്. പിടികിട്ടുന്നുണ്ടോ? അപ്പോഴും കാറ്റ്, പ്രതികൂലത്തിന്റെ കാറ്റുണ്ട്, പ്രശ്നത്തിന്റെ കാറ്റുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതികൂലത്തിന്റെ കാറ്റുകളൊക്കെ ഉണ്ട്, പേടിക്കരുത്. അല്ലേ? പത്രോസ് പറയുക, പരീക്ഷയ്ക്കായി നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, അല്ലേ, ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുവെച്ചു എന്ന് വന്നുകൂടിയെന്ന് അതിശയിച്ചു പോകരുതെന്ന. കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ട്, അഗ്നിശോധനകളൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ദൈവം പാർക്കണ്ടക്ക പട്ടണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കൊടുങ്കാറ്റില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധിയില്ലാത്ത, വിലാപങ്ങളില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ ലോകയാത്രയിൽ ഇതെല്ലാം ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾ അറിയണം. 3-ാമത്തെ കാര്യം, ഇനി പൗലോസിന്റെ ദൂതാ ഞാൻ പറയാൻ പോകുന്നത്. ശുഭതുറമുഖത്തുനിന്ന് യാത്ര പുറപ്പെടുമ്പോൾ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന സമയം പൗലോസ് ഒരു ദൂത് പറഞ്ഞു. എന്താ ദൂത്? പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൂത് നേരത്തെ പറഞ്ഞു, ഈ യാത്രയിൽ പ്രശ്നം ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പൗലോസിന് മാത്രമേ അത് വെളിപ്പെട്ടുള്ളൂ. എന്താ കാര്യം? ആ കപ്പലിനകത്ത്, അല്ലേ, ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധമുള്ളത് അവന് മാത്രമാണ്. ഞാനും നിങ്ങളും ഈ സത്യദൈവത്തെ ആരാധിക്കുന്നവരല്ലേ, പ്രാർത്ഥിക്കുന്നവരല്ലേ. എന്താ നമ്മുടെ പ്രത്യേകത? നമുക്കുള്ള പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് മറഞ്ഞിരിക്കുന്നത് നിനക്ക് വെളിപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ചിലർക്കറിയാത്തത് നിനക്കറിയാം. പ്രാർത്ഥിക്കുന്നവരുടെ കാര്യമാണ്, അടുത്ത് നിൽക്കുന്നവരുടെ കാര്യമാണ്, അല്ലേ? നിങ്ങളൊന്ന് അടുത്ത് നിന്നാൽ അനേകർക്ക് മറഞ്ഞിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഈ ദിവസങ്ങളിലൊന്ന് ആഴമായിട്ടൊന്ന് അടുത്ത് ചെന്ന് ആഴമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ചില പ്രതിസന്ധികൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ വെളിപ്പെടുത്തുക. ചില കഷ്ടനഷ്ടങ്ങൾ നിങ്ങളെ വെളിപ്പെടുത്തുക. ചില ദർശനമായി, ചില കാഴ്ചപ്പാടായി, ചില വെളിപ്പാടുകളായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന് സംസാരിക്കാൻ നീ നിന്റെ ഹൃദയം, നിന്റെ ചെവി അവന് തുറന്നു കൊടുക്കുന്നത് കൊണ്ടാണ്, അവൻ്റെ സന്നിധിയിൽ പോകുന്നത് കൊണ്ടാണ്. അവനുമായിട്ട് ബന്ധമുള്ളവരോട്, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ താല്പര്യമുള്ളവരോട് തിരുവെഴുത്ത് പറയുന്നത് പോലെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന വചനപ്രകാരം ദൈവസന്നിധിയിൽ ഒന്ന് കാത്തിരിക്കാമെങ്കിൽ ദൈവം ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് തരാനിടയായി തീരും. ആളുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം നിങ്ങൾക്ക് തരുവാനിടയായി തീരും. നാളെയെ കുറിച്ചുള്ള ചിന്തകൾ ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവമൈതലാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി നൽകും. സ്തോത്രം. തനിക്ക് ലഭിച്ച വെളിപ്പാട് പങ്കുവച്ചു. പക്ഷേ നമ്മൾ വായിക്കുന്നത് ആ കാര്യം എന്ത് ചെയ്തില്ല? ശതാധിപൻ വിശ്വസിച്ചില്ല. ശതാധിപന്റെ വിശ്വാസം കപ്പലുടമസ്ഥന്റെയും കപ്പിത്താന്റെയും വാക്കാ. കാര്യം എന്താ? സ്തോത്രം. അതിന് കാരണം ഒറ്റ കാര്യം ഞാൻ പറയാം. പ്രാകൃത മനുഷ്യൻ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലേ, ദൈവാത്മാവിൻ്റെ ഉപദേശം
1 കൊരിന്ത്യർ 2:14 പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ആത്മികമായി വിവേചിക്കേണ്ട കാര്യമാണ്. ഇതൊരു ദൂതാ പറഞ്ഞത്, ഒരു വെളിപ്പാടാ പറഞ്ഞത്. ഈ വെളിപ്പാട് കേട്ടാൽ അല്ലേ ശതാധിപനും മനസ്സിലാകത്തില്ല. വെളിപ്പാട് മനസ്സിലാകുന്നത് ആത്മികനാ. എത്ര പേർക്കെന്ന് മനസ്സിലായി? ഈ ദൂതും സത്യങ്ങളുമൊക്കെ ആത്മികനെ മനസ്സിലാകുകയുള്ളൂ. ഇന്ന് നടക്കുന്ന ആരാധനയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, ഇതിനകത്ത് പങ്കുവയ്ക്കുന്ന ദൂതുകളാകട്ടെ, പുറത്തുള്ള ഒരാൾ പറയും അവർക്കത് ഭോഷത്വമാണ്, മണ്ടത്തരമാണ്, അല്ലേ? പക്ഷേ ഒരാത്മികനറിയാം ഇത് ദൈവശക്തിയാ. സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷം എന്താണെന്നാ പറഞ്ഞത്? വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാ, അല്ലേ? എന്നാൽ അവിശ്വാസത്തിലിരിക്കുന്നവർക്ക്, തള്ളിക്കളയുന്നവർക്ക് ഇത് ഭോഷത്വമാണ്. സ്തോത്രം. കപ്പലുടമസ്ഥൻ്റെ വാക്കും ആമേൻ കപ്പിത്താൻ്റെ വാക്കുമാണ് ശതാധിപന് ബോധിച്ചത്. പക്ഷേ ഒരു ഭക്തൻ അറിയണം, 2 ദൂതുണ്ട്. ഒന്ന്, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണം. നീ ഒരു ദൈവദാസിയാണെങ്കിൽ, ദൈവദാസനാണെങ്കിൽ ദൈവത്തിന് ചില ആലോചനകൾ പ്രാപിച്ചിരിക്കണം. കാരണം ദൈവത്തിന് നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ ചെയ്യാനിരിക്കുന്നത് എൻ്റെ ദാസനായ അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കുമോ? ഇല്ല, എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞങ്ങളിവിടെ വെറുതെ വന്നതല്ല, ഞങ്ങളുടെ വരവിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അല്ലേ? സോദോമിൻ്റെയും ഗോമോറ പാപം ദൈവസന്നിധിയിൽ വലുതായിരിക്കൊണ്ട് ഞങ്ങളതൊന്ന് നോക്കി അറിയാൻ പോകുക. കണ്ടറിഞ്ഞ് ശരിയാണെങ്കിൽ ഞങ്ങളെ പട്ടണങ്ങളെ നശിപ്പിക്കാൻ പോകുക. ഇത് നിന്നോട് ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റുകയില്ല. കാരണം നീ ദൈവത്തിൻ്റെ സ്നേഹിതനാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് ചില ആലോചനകൾ പ്രാപിക്കണമെന്നേ കാത്തിരിക്കണം. 2, പ്രാപിച്ച ദൂത് പറയണം. പ്രാപിച്ച ദൂത് ധൈര്യത്തോടെ പറയണം. വിശ്വസിക്കത്തില്ല, അവിടെ അവിശ്വസിച്ചു, അല്ലേ? പല ആളുകളും പറയാത്ത എന്താ? ആളുകൾ കളിയാക്കും, അല്ലേ? അവർ പറയും പോയി വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്കാൻ പറയും, അല്ലേ? ഞങ്ങൾക്കിതിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരുടെ വാക്കാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലേ? കപ്പലുടമസ്ഥൻ എത്ര യാത്രകൾ ചെയ്തതാ, ഈ കപ്പിത്താൻ എത്രയോ യാത്രകൾ ചെയ്തു. അവർക്കറിയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, എപ്പോൾ കാറ്റടിക്കും, എപ്പോൾ കാര്യങ്ങൾ അനുകൂലമാകും, ഇവൻ എന്തോ അറിയുക എന്ന് പറഞ്ഞ് കളിയാക്കും. പക്ഷേ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്, പ്രാപിച്ചത് വിളിച്ചു പറയണം. സ്വത്രം. പുതുതായിട്ടൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തോട് പറയാൻ ഒരു സന്ദേശം പ്രാപിച്ചവരാ ഞാനും നിങ്ങളും. ആ സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ സത്യമാ. ഹല്ലേലൂയ. ഈ കാണുന്നതെല്ലാം ഇവിടെ അവസാനിക്കുമെന്ന്, ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്ന്, അവൻ ലോകത്തിലെ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അവൻ ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നെന്ന്, അവൻ കാൽവറിയിൽ മരിച്ചെന്ന്, അവൻ അടക്കപ്പെട്ടുവെന്നും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്, അവൻ താമസിക്കാതെ തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വരുമെന്ന്, ഈ സുവിശേഷം സത്യം വിശ്വസിക്കാത്തവൻ നിത്യ ന്യായവിധിയിലേക്ക് പോകുമെന്നുള്ള പ്രാപിച്ച വെളിപ്പാട് ആര് അംഗീകരിച്ചില്ലെങ്കിലും, ആര് ഏറ്റെടുത്തില്ലെങ്കിലും അത് പറയാനുള്ള ഉത്തരവാദിത്വം പ്രാപിച്ച ദൈവമക്കൾക്കുണ്ട് എന്ന കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. പ്രവാചകനായ എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, പ്രവാചക, നീ പോയിട്ട് പറയുക, അവർ കേട്ടാലും ഇല്ലെങ്കിലും. എസെക്കിയേൽ 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. വായിച്ചോ. ആ ആ അവിടെ കേട്ടോ പറഞ്ഞത്? പ്രവാചക, ഞാൻ നിന്നോട് പറയുന്ന വചനം കേട്ട് നീ അവരോട് പറയണം. ഞാൻ ദുഷ്ടനോട് പറയും, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ അകൃത്യത്തിൽ നീ മരിക്കും എന്ന് പറയുമ്പോൾ നീ എന്ന് അവനോട് പറയണം. അവൻ കേട്ടില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും.
പിടികിട്ടിയോ? അവൻ്റെ പ്രാണൻ, അവൻ്റെ രക്തം ഞാൻ അവനോട് തന്നെ ചോദിക്കും. പക്ഷേ നീ പറയാതിരുന്നിട്ട് അവൻ മരിച്ചാൽ, നീ ദൂത് പറയാതിരുന്നിട്ട് അവൻ മരിച്ചാൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ദൂത് വല്ലതും പിടികിട്ടിയോ? ആത്മദൂത് അങ്ങനെ, ഇത് കേട്ടാലും കേട്ടില്ലേലും പറയണം കേട്ടോ. എല്ലാവരും കേൾക്കത്തില്ല, എല്ലാവരും അംഗീകരിക്കുകയല്ല. ഇതാളുകൾക്ക് മോശത്വമാ. അഭിഷിക്തൻ്റെ വായിലൂടെ വന്ന വചനമാ. ഈ യാത്ര പോകരുത്, മുന്നോട്ട് ഇങ്ങനെ പോകരുതെന്ന് പറയും. നമ്മളും പലരോട് പറയും, മക്കളെ പാപത്തിൽ ജീവിക്കരുത്, അശുദ്ധിയിൽ ജീവിക്കരുത്, ദൈവമില്ലാതെ ഇങ്ങനെ ജീവിക്കരുത്, ഇത് നിങ്ങളെ നാശത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ആളുകൾ അനുസരിക്കാതെ പാപത്തിൽ വിരഞ്ഞോടുകയാ. ഫലമെന്താ? ആളുകൾ തകരുകയാ. എന്നാൽ പറയേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇവിടെ ഇതാ ദൂത് പറഞ്ഞപ്പോൾ അല്ലെ വിശ്വാസം വന്നത്, ശതാധിപന്റെ വിശ്വാസം കപ്പലുടമസ്ഥനെയും അല്ലെ മാലുമിയും ആയിരുന്നു. എൻ്റെ ചോദ്യം, ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം വിടാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ദൈവാത്മാവില്ലാത്തവൻ, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം അനുസരിക്കത്തില്ല, അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇന്ന് വിശ്വാസ ലോകത്തിലും നോക്കിക്കേ, ദൈവശബ്ദത്തെക്കാൾ കൂടുതൽ, ദൈവാലോചനകളെക്കാൾ കൂടുതൽ മനുഷ്യ ശബ്ദമനുസരിച്ച് ജീവിക്കുന്നവരാ. ഏത് തീരുമാനമെടുക്കുമ്പോഴും, ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും, ഏത് കാര്യത്തിനും അല്ലേ, മറ്റുള്ളവരോട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക, എങ്ങനെ പോകട്ടോ വരട്ടോ, എങ്ങനെ, എന്താ അഭിപ്രായം. ഒരു വിവാഹം വന്ന് നോക്കിക്കേ, ദൈവത്തിൻ്റെ ഹിതം ചോദിക്കുന്ന എത്ര പേരുണ്ട്? ആളുകൾ ചോദിക്കും നമുക്ക് കൊള്ളാവുന്നതാണോ, അല്ലേ, നല്ല സാമ്പത്തികമുണ്ടോ, കാര്യങ്ങളൊക്കെ അനുകൂലമാണോ, അല്ലേ. അപ്പോൾ അവിടെ നിന്ന് പറയും ആർക്ക് കുഴപ്പമില്ല, ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ ഓക്കെ ആക്കി വെക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല പരിചയത്തിൻ്റെ പുറത്തുള്ള അഭിപ്രായങ്ങൾ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. പകരം ആമനാദിയെങ്കിൽ അവസാനം അറിയുന്നവനോട് ചോദിച്ചു വേണം കാര്യങ്ങൾ നടക്കാൻ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചോദിക്കുക, പാസ്റ്ററെ ഞങ്ങളപ്പോൾ ഉടനെ ഒരു പ്രവാചകനെ വിളിച്ച് കാര്യങ്ങൾ അറിയണോ, ഒന്ന് പ്രവാചക പറ, ഈ കാര്യത്തിൽ ഞാൻ എന്തോ ചെയ്യണം, എൻ്റെ യാത്രയെക്കുറിച്ചൊരു ദൂത് പറഞ്ഞ്, എൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് എന്ന് പറയണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനെയും വിളിക്കണ്ട, ഒരു ശ്രേഷ്ഠനെയും വിളിക്കണ്ട. നിനക്ക് ദൈവത്തോട് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തമ്പുരാനോട് ചെന്ന് പറയണം, മുട്ടിപ്പായി അവൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പാ, ഇങ്ങനൊരു വിഷയം എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഇങ്ങനൊരു കാര്യം എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, അതിനകത്ത് ഞാൻ എന്ത് ചെയ്യണം, എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ അവൻ്റെ ആടുകളാണെങ്കിൽ അവൻ ഇടയനായ അവൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുക. അവൻ ഏത് വിധത്തിൽ നിങ്ങളോട് സംസാരിക്കുക, സ്വപ്നത്തിലൂടെ ആകട്ടെ, ദർശനത്തിലൂടെ ആകട്ടെ, കാഴ്ചപ്പാടുകളിലൂടെ ആകട്ടെ, ഇതിലെല്ലാം ഉപരിയായിട്ട് അവൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിലൂടെ നിന്നോട് സംസാരിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാ. അവൻ തൻ്റെ ആലോചന തൻ്റെ ജനത്തെ അറിയിക്കും, ഉറപ്പായിട്ടും അറിയിക്കും. സ്തോത്രം. നമ്മൾ ഈ പ്രാകൃത മനുഷ്യരെ പോലെ ആകരുത്. ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾക്കുള്ള തീരുമാനമെടുക്കുന്നത് ആലോചന ചോദിച്ചാകട്ടെ. ദാവീദിൻ്റെ ജീവിതത്തിൽ അത് പഠിക്കാം, അല്ലേ. അവൻ്റെ ഭാര്യയെയും ഭാര്യമാരെയും കൂടെ ഉള്ളവരുടെ ഭാര്യമാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് സിക്ലാഗ് തീ വെച്ച് നശിപ്പിച്ച് അമാലേക്യര് കൊണ്ടുപോയപ്പോൾ ബലമില്ലാതാകുവോളം കരഞ്ഞ ദാവീദ് അവസാനം ആളുകൾ തന്നെ കല്ലെറിയാൻ നോക്കിയപ്പോൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഏഫോദ് എവിടെ? ഏഫോദ് കൊണ്ടുവരിക. ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ തകർന്നു നിൽക്കുക, ഈ തകർച്ചയിൽ നിന്ന് കരകയറാൻ ഞാൻ എന്തു ചെയ്യണം? ദൈവം ചോദിച്ചു, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? ദൈവം പറഞ്ഞു, പിന്തുടരുക, നീ സകലവും വീണ്ടുകൊള്ളും. ദൂത് കേട്ടോ. തമ്പുരാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നീ പൊയ്ക്കോ, നിനക്ക് നഷ്ടമായതൊക്കെ ഞാൻ തിരിച്ചു തരുമോ. ഇന്ന് പകൽ ദൂത് കേട്ട് വേണം മുന്നോട്ട് വെക്കാൻ കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ഈ ദിവസങ്ങളിൽ കാലുകൾ മുന്നോട്ട് വെച്ചാൽ പരാജയമല്ല, ഞാനും നിങ്ങളും വിജയിക്കാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. സ്തോത്രം. നമ്മുടെ സമയം അവസാനിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഈ വലിയ പ്രതിസന്ധിയിൽ മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ, കൊടുങ്കാറ്റിന് നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ആരുടെ അടുത്തോട്ടാ? പൗലോസിൻ്റെ അടുത്തോട്ട്. സ്തോത്രം. ആരുടെ അടുത്തോട്ടാ ദൂതൻ വന്നത്? പൗലോസിൻ്റെ അടുത്തോട്ട്. ഇതേ ദൂതൻ പൗലോസിൻ്റെ അടുത്ത് വന്നതാ, അല്ലേ, വന്ന് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? നീ റോമിൽ കൈസറുടെ മുമ്പാകെ
നിൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞതാ. അതേ ദൂതനെ ദൈവം ഇവിടെ വീണ്ടും അയക്കുക. അപ്പോൾ ദൂതൻ പറഞ്ഞ കാര്യമാ, പൗലോസേ ഭയപ്പെടണ്ട, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാണ്. ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ നിനക്ക് ദാനം തന്നിരിക്കുന്നു. അവരുടെ പ്രാണന് ദോഷം വരത്തില്ല, അവരുടെ പ്രാണന് ദോഷം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് എഴുന്നേറ്റ് ധൈര്യപ്പെട്ട് അവരെല്ലാവരും കാണുക ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ദൈവത്തെ വാഴ്ത്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആമനല്ലേ, കണ്ടു നിൽക്കുന്നവർ ആശ്ചര്യപ്പെട്ടു, എങ്ങനെ ഇവന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. അവൻ പറഞ്ഞു, ആമൻ ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ഉടയവൻ ആമനായ ദൈവം തൻ്റെ ദൂതനെ എൻ്റെ അടുക്കൽ ആമൻ ഈ രാത്രിയിൽ അയച്ചു. അവൻ എന്നോട് സംസാരിച്ച ദൂത ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധിയുടെ ആഴത്തിലൂടെ, പ്രശ്നത്തിലെ ആഴത്തിലൂടെ മുങ്ങിപ്പോകുന്ന, തകർച്ചയിലൂടെ മുങ്ങിപ്പോകുന്ന ലോകത്തിന് ആത്മകൃപ പ്രാപിച്ചവനൊരു ദൂത് പങ്കുവെക്കാനുണ്ട്. ആ ദൂത് നീ പ്രാപിച്ച ദൈവത്തിൽ നിന്നുള്ള ദൂത. ഇന്ന് പകൽ നീ ഒരു സ്ഥലത്ത് ചെന്നാൽ, നീ ഒരു സ്ഥാനത്ത് ചെന്നാൽ, നീ നിമിത്തം ഒരു അനുഗ്രഹം ആളുകൾക്കുണ്ടാകണം. നിന്നിലൂടെ വെളിപ്പെടുന്ന ദൈവകൃപ നിമിത്തം ചില രക്ഷപ്പെടേണം, ചില കുടുംബങ്ങൾ രക്ഷപ്പെടേണം. നീ ആ കപ്പലുള്ളത് കൊണ്ട്, എനിക്കറിയാം പൗലോസ് ആ കപ്പലിലുള്ളത് കൊണ്ടാ അത്രയും പേര് രക്ഷപ്പെട്ടത്. ഇന്ന് പകൽ ഒരു ദേശം, ഒരു കുടുംബം അവൻ ഈ ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നീ കാരണമായി മാറണം. നിന്റെ പ്രാർത്ഥന കാരണമായി, നിന്റെ ദൈവത്തോടുള്ള ബന്ധം കാരണമായി ചില വിടുവിക്കപ്പെടത്തക്കവണ്ണം ആത്മകൃപയുള്ളവരായി നിന്നാട്ടെ. നിന്റെ പ്രാർത്ഥന മൂലം, നിന്റെ ജാഗരണം മൂലം, നിന്റെ ദൈവത്തോടുള്ള ബന്ധം മൂലം അവൻ ചില വിടുവിക്കപ്പെടട്ടെ, ചിലർ പുറത്തു വരട്ടെ, ചില കുടുംബങ്ങൾ പുറത്തു വരട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ! എത്ര വലിയ പദവിയാ, എത്ര വലിയ പദവിയാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ജീസസ്. ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല, എന്നാലും ഓർത്ത് വയ്ക്ക്. വേറൊരു ഭക്തൻ, അദ്ദേഹം ഒരു കപ്പലിൽ കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, കൊടുങ്കാറ്റടിച്ചു. പുള്ളിക്ക് മനസ്സിലായി ഈ കൊടുങ്കാറ്റ് ഈ പാവപ്പെട്ട ഇവർ കാരണമല്ല, ഞാൻ കാരണമാണെന്ന് ബോധ്യമായി. പുള്ളി രക്ഷിക്കാൻ കണ്ട മാർഗം എന്താ? എന്നെ എടുത്ത് വെള്ളത്തിലിട്ടേക്ക്. അവിടെയും തമ്പുരാൻ്റെ കൃപയാ. ദൈവം അവിടെ വിഴുങ്ങാൻ മീനെ വെച്ചില്ലായിരുന്നെങ്കിൽ, അത് ഞാൻ പറഞ്ഞല്ലോ രാവിലെ പറഞ്ഞതുപോലെ, ഈ ദൈവഹിതം നിവർത്തിക്കും. അത് കൊടുങ്കാറ്റ് വന്നാലും ശരി, നീ അവനെതിരെ നിന്നാലും ചില സമയങ്ങളിൽ നീ എതിരായിട്ട് നീ അവന് നേരെ ഓപ്പോസിറ്റ് ഓടിയാലും ദൈവം അവിടുന്ന് നിന്നെ എന്ത് ചെയ്യും? പൊക്കിക്കൊണ്ട് വരുന്ന ദൈവമാ. വിശ്വസിക്കുന്നുണ്ടോ? ആമൻ തർശീസിലേക്ക് പോയവനെ മീനിന്റെ വയറ്റിനകത്താക്കി തിരികെ ആമൻ എവിടെയാണോ കൊണ്ടുപോയത് നിനവയിൽ കൊണ്ടെത്തിച്ച എൻ്റെ ദൈവത്തെയാ നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിലെ പദ്ധതികളുണ്ടെങ്കിൽ, തമ്പുരാന് ചില ഹിതമുണ്ടെങ്കിൽ, മറുതലിപ്പ് ഇന്ന് മാറ്റിക്കോ. മറുതലിച്ചാൽ കഷ്ടപ്പെടും. കാരണം മറുതലിച്ചാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഏൽപ്പിച്ചു കൊടുത്ത ഏത് കൊടുങ്കാറ്റിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവം നിന്നെ മാനിക്കാനിടയായി തീരും. നമ്മുടെ കണ്ണുകളെ ദൈവം മുമ്പാകെ അടയ്ക്കാം. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ പ്രവചനത്തിൻ്റെ ശബ്ദം അങ്ങനെ തന്നെ സംഭവിച്ചു. അവരുടെ ആരുടെയും പ്രാണന് ഹാനി വന്നില്ല. എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. ഇന്ന് മകൾ നാം മൂലം ചിലർ രക്ഷപ്പെടട്ടെ, ഈ ദേശത്ത് ചിലർ രക്ഷപ്പെടട്ടെ. കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നവർ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, തിരമാലകളിലൂടെ കടന്നു പോകുന്നവർ, സമാധാനമില്ലാതെ ജീവിക്കുന്ന ചിലർ നീ മൂലം രക്ഷപ്പെടട്ടെ. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുമോ?